പക്ഷെ നമ്മളെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് പോവാ കുറെ ആൾക്കാരില്ലയോ എനിക്കെതിരെ. അങ്ങനെ പല പല വേലകളാ. ഗൂണ്ടായിസ് നടത്തുവല്ലേ, ഗൂണ്ടായിസ് എന്തോ അങ്ങ് ആവുമെന്നായിരിക്കും. എല്ലാം കുറെ എണ്ണം കൂടെ ഗൂണ്ടായിസ് നടത്തുന്നോണ്ട്. നീയൊന്ന് വിളിക്കാൻ അവന്റെ മടിശീലയിലാന്ന് കിടക്കുന്നത്. അത് അവന്റെ വേലക്കാരിയാന്ന് നീയൊന്ന് വിളിക്കാൻ. ഈ വേലക്കാരിയും വിളിക്കാൻ ഒക്കത്തില്ലല്ലോ നീയെന്ന്. അതിലെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് അവന്റെ സിൽബുണ്ടികൾ അവന് ഉപദേശിക്കാൻ. കുറെ സിൽബുണ്ടികൾ ആരും ഇല്ലല്ലോ. എന്നെ അങ്ങ് എന്തോ അങ്ങ് ചെയ്തു കളയാമെന്നുള്ള ഏതോ ഒരു വിചാരമാണ്. എന്നെ അങ്ങ് എന്തൊക്കെയോ ചെയ്തു കളയാമെന്നുള്ള. എന്നെ അങ്ങ് എന്തൊക്കെയോ അങ്ങ് ചെയ്തു കളയാമെന്ന് ചില ആൾക്കാർക്ക് അങ്ങ് വിചാരം. എന്നെ അങ്ങ് റെഡിയാക്കി കളയാമെന്ന്. എൻ്റെ സ്വത്തും മുതലും അങ്ങ് മോട്ടിക്കാൻ എന്നെ എന്തൊക്കെയോ അങ്ങ് ചെയ്തു കളയാമെന്നുള്ള എന്തൊക്കെയോ ഇതാ അങ്ങ്. അതാ 8ന്റെ പണി തരും എന്തൊക്കെയോ പറയുന്നത് കേട്ടില്ലേ? എന്ത് പറഞ്ഞേ? കാണിച്ചു തരാമെന്നോ? എന്തുവാ നമ്മളെങ്ങാണ്ട് നാടെ എങ്ങനെ നടക്കുന്നെന്നാ? നീങ്ങനെ കുറെ നടക്കുന്നുണ്ട്. ഞങ്ങളാരുമല്ല, നിനക്ക് നടക്കണം. നിന്നെ എല്ലാത്തിനും അറിയാം. നിന്റെ തന്റെ വരെ ഞാൻ അറിയുന്നില്ല. അതറിയാത്തതല്ല നിന്റെ തന്റെ ആരാന്നൊക്കെ. എന്തോ അഹങ്കാരമാണ് ഇവന്. എന്തോ അഹങ്കാരം. ഇവന് 8ന്റെ പണി തരും കണ്ടില്ല. എന്തോ കാണിച്ചു തരാമെന്ന് അമ്മയോട് പറഞ്ഞത്. കാണിച്ചു തരാമെന്ന്. എന്തോ കാണിച്ചു തരാമെന്ന് എന്നുവെച്ചാൽ ഏതോ കുറെ ഗൂണ്ടകളെല്ലാം കൂടെ കയറി എന്നെ അങ്ങ് എന്തോ കാണിച്ചു തരുമെന്ന്. എന്തുവാന്നാ അവൻ 8ന്റെ പണി തരും. പല പല പണികളാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. മോഹൻ സിംഗും ലതയും എല്ലാം ഇങ്ങനെ ചെന്ന് വലിയ ചെവി കടിച്ച് പറയാ ജോലി. ചെവി കടിച്ച് പറയാ ജോലി ഇവന്റെ. ജോബ് ലോസ്റ്റ് ഇൻഷുറൻസോ ഏതാണ്ടല്ല ഇൻഷുറൻസ് വേണം. എങ്ങനെ നടക്കുന്ന അമ്മേ? ഞാന് പറഞ്ഞിട്ടില്ലേ എങ്ങനെ എന്തോ ഇങ്ങനെ നടക്കുന്നേന്ന്. എന്തോ നടക്കുന്നെന്നാ നിന്റെ വീട്ടിൽ തണ്ടാൻ വന്നോ? നിന്നോട് ഭിക്ഷ ചോദിക്കാൻ വന്നോ? അവന്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ ഭിക്ഷ ചോദിക്കാൻ. ഇവനൊക്കെ എന്തോ വിചാരമാണോ? നമ്മൾ പോകുന്നിടത്തെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കാനഡയിൽ പോകേണ്ടതാ. അവന്മാർ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. നാണോ മാനോ ഇല്ലാത്തവന്മാർ പുറകിനിങ്ങനെ നടക്കുക. കുറെ അവന്മാരും അവന്മാരും തോന്നിയാസവും കാണിച്ചോണ്ട്.